അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശ്രയിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയും ചെയ്യാതെ
അത് ഏറ്റവും ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെ കുറിച്ചാണ്. ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്. ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. ബട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാർ 19:13 എടുത്തേ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കുന്ന കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലിക്കും. ബീഡിലെന്ന് പറയും, ലീഡർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്തം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോകണമാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കുന്ന മനുഷ്യരെ അടുത്ത ജന്മത്തിൽ, ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല, വയറ് വളർന്ന് നിൽക്കേണ്ടി വരും. കാര്യം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈലിൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ചുമ്മാ തമാശ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു. ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, അപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെയും അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലേ കൂടി അതിൻ്റെ ഫുഡ് ട്രസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവന്ന് തരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണം. പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടിക്കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്. അപ്പോൾ ആ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ തടി മാത്രമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ. താഴത്തെ സാധനമാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇല്ല, ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറയണത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത്. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്നാൽ ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം.
അപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80 പോവുകയാണ്. അപ്പം അവിടെ 80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്ന, നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടായില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ള, അത് നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തെ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ഞാൻ ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. നമ്മളത് നിരീക്ഷിച്ചു വെച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റും. എൻ്റെ പേര് ഷീല, എറണാകുളം ജില്ലയിലെ കോതമംഗലം നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് കോയമ്പത്തൂർ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അപ്പം ഒരുപാട് പൈസയ്ക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്ന സമയമായിരുന്നു. ഒരുപാട് പൈസയ്ക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പം ലോണൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ ലോൺ കിട്ടിയില്ലടോ. അവിടെ മാനേജറുടെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ കൊച്ചാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാകെ വലഞ്ഞു, ഒരു ലീവും കൊടുക്കില്ല, കൊച്ചാകെ അസ്വസ്ഥതയായി. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. 6 വർഷമായിട്ട് ഒരു പത്രം എൻ്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റിൽ ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇനി പത്രം വീട്ടിലിരിക്കണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ എന്ത് പ്രതിസന്ധികളൊക്കെ വന്നാലും ഈ പത്രത്തെക്കുറിച്ചൊരു ഓർമ്മയോ ഒന്നും നമുക്കില്ല, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ചർച്ചിലൊക്കെ പോകുന്ന ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ നീ ഈശോയോട് പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. പക്ഷെ എനിക്ക് പണ്ട് മുതലേ വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ കൂടുതലൊന്നും അങ്ങനെ അറിയാനൊന്നുമുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ലോൺ ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ നടക്കുക. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ എന്നെ ആരോ പുറകിൽ നിന്നിങ്ങനെ പറഞ്ഞു വിടണം, നീ കൃപാസനത്തിൽ പോകുമെന്ന് പറയുന്ന മാതിരി എൻ്റെ എന്താ ആരും എന്നോട് പറഞ്ഞു വിടണ മാതിരി എനിക്ക് തോന്നുക. അപ്പം ഞാൻ 2-3 ദിവസം കൂടിയും ഇങ്ങനെ വർക്ക് സൈഡിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ലോൺ ശരിയായിട്ടുണ്ട് മോളുടെ, ബാങ്കിൽ നിന്ന് അവർ സാർമാർ വരും വീട്ടിൽ, അവർ ഫോട്ടോ എടുക്കാനായിട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൂടെ നിൽക്കണവരും പറഞ്ഞു, മാതാവ് നിന്നെ രക്ഷിച്ചതാ, ദൈവം പ്രാർത്ഥന കേട്ടാന്നൊക്കെ പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം മാതാവ് തന്നെ ഒരു അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇവള് നേഴ്സിങ്ങിന് കോയമ്പത്തൂരാണ് പഠിക്കുന്നത്, 2nd ഇയർ ആയുള്ളൂ. അപ്പം നമുക്ക് ചേട്ടനാണെങ്കിലും കൂലിപ്പണിക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തും പൈസ കടം മേടിക്കാൻ ഒരു സ്ഥലത്തുമില്ല. 76,000 രൂപ ഒന്നിച്ച് കെട്ടാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ കൂലിപ്പണി എടുത്തുകൊണ്ടിട്ട് വേണമല്ലോ. അപ്പോൾ ഈ പൈസയിൽ കെട്ടണം, കൊച്ചിനെ പുറത്ത് നിർത്തും എന്നുള്ള ഒരവസ്ഥയിൽ വന്ന് ഫീസ് കെട്ടാൻ പറയണു. ആകെ അവസ്ഥയിൽ നിൽക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് അമ്മയ്ക്ക് നന്ദി പറയാമായിരുന്നു അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ 2 ദിവസം ഞാൻ അവിടെ നിന്നിങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ തോന്നൽ, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, കൃപാസനത്തിൽ പോകണം എന്നുള്ളൊരൊറ്റ തോന്നൽ. അപ്പോൾ ഞാൻ ആരെയും കൂട്ടി വിളിക്കുക ഒന്നും ചെയ്തില്ല. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയില്ല, എന്താ ഏതാ ഒന്നും അറിയില്ല. ഞാനപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചോദിച്ചു ഉടമ്പടി. അപ്പോൾ അവിടെ ചേച്ചിമാരെനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനിവിടെ ഉടമ്പടി എടുത്തു വന്നു. ഞാൻ തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നും അധികം അങ്ങനെ വന്ന ശീലമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. വൈകുന്നേരം അവിടെ കോതമംഗലത്ത് എത്തണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്നൊക്കെ. പക്ഷെ എല്ലാത്തിനും ഒരു ശക്തി, മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുക, അതിൽ കൂടെ പുറകെ നടക്കണ മാതിരി നമുക്ക് എല്ലാ കാര്യത്തിനും ഇവിടെ വന്നിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ നിന്ന് ഞാൻ ആ സമയമാകുമ്പോഴത്തേക്കും പുറത്ത് കറക്റ്റ് സമയത്തിന് അത് കിട്ടി. ക്ലാസ് ഞാൻ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി. അങ്ങനെയൊക്കെ ഓരോ അനുഗ്രഹങ്ങളും. അങ്ങ് പോകുന്ന സമയത്താണെങ്കിൽ ചേട്ടൻ ഇടം തിരിഞ്ഞ് നിൽക്കണ ഒരു ദിവസവും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ ആര് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നീ എവിടെ എത്തി എന്നും ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ കറക്റ്റായിട്ടും ചേട്ടൻ വണ്ടിയും കൊണ്ട് അവിടെ വന്നേക്കാണ് എന്നെ കൊണ്ടുപോകാനായിട്ട്.
അപ്പം ഞാൻ എന്തൊക്കെ അത്ഭുതമാണ് അമ്മയെ നടക്കണേന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞ് ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അന്ന് രാത്രി അന്ന് കണ്ട ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറയാണ്, ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് പെരയൊന്നും ഇങ്ങനെ ഒക്കെ പഴയ പെരയാണ്, ഇങ്ങനെയൊന്നും വെച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനീ ഇതൊക്കെ വന്നു. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചതിൽ എനിക്ക് ആദ്യം ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനൊന്നും സാധിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മോളുടെ വിദ്യാഭ്യാസം അതുപോലെ എല്ലാ 6 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ ലോൺ എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമാണ് സാധിച്ചു കിട്ടിയത്. പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ രണ്ടാമത് അപ്പോൾ ആദ്യത്തെ ഇതിൽ പ്രാർത്ഥനയിലൊന്നും എനിക്കൊരു ഇതും അങ്ങോട്ട് വന്നച്ചാൽ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുവായിട്ട് നമ്മൾ അപ്പോൾ ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അതൊക്കെ മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നെ പത്രമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ പണിസ്ഥലത്തൊക്കെ എല്ലാവരോടും ഞാൻ പറയും ഇങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉടമ്പടി എടുത്തോടുകൂടി മൊത്തം നമുക്കൊരു മാറ്റം വരിക. ഈ വചനങ്ങൾ പറയാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പിന്നെ പറയാനുള്ള മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയം കിട്ടുന്നുള്ളൂ. മറ്റ് നമ്മൾ ഈ പെണ്ണുങ്ങൾ കൂടുന്നിടത്തൊക്കെ ഈ ഇതൊക്കെയാണ് പറയണത്. ഇത് ഒന്നുമല്ല, ഇത് മാതാവിനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച്. ചിലരൊക്കെ അതിനെ അംഗീകരിക്കും, ചിലരൊക്കെ ഇതെന്താണെന്ന് അറിയാണ്ട് നമ്മളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാനൊരു കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ചതിൽ കാര്യം കിട്ടിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യയുടെ ചിന്തകളായിരുന്നു. ഏത് സമയവും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അപ്പോൾ ആത്മഹത്യ ചെയ്യണം. മരിക്കുന്ന ചിന്തകളെക്കുറിച്ചാണ് എൻ്റെ ചിന്തകൾ. എങ്ങനെ മരിക്കണം, മരിച്ചാൽ എങ്ങനെയാവും എന്നുള്ള ചിന്തകളാണ് മുഴുവനും. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് എല്ലാത്തിലും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനായിട്ടും നമുക്കൊരു ശക്തി പുറകിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. പിന്നെ നമ്മളോട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നോ അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ദൈവത്തെ നമ്മൾ ഭയക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം കാരണം ഒരാളായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എൻ്റെ ഈശോയും അമ്മയൊക്കെ ഭയങ്കരമായിട്ടൊരു അനുഗ്രഹം തന്നെ എനിക്ക് തന്നത്. എനിക്ക് അത്രമാത്രം ആത്മഹത്യ ഏത് സമയവും അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. ചെറിയൊരു പ്രശ്നം വീട്ടിലായാലും നമ്മൾ പ്രശ്നങ്ങളൊക്കെ കൂടെ കടന്നു വരെ എന്ത് പ്രശ്നം വന്നാലും ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ഇത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രാത്രിയൊക്കെ ഉറക്കമൊളിച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി വെച്ചതിൽ ഞാൻ പറഞ്ഞ എൻ്റെ മകൻ PG കഴിഞ്ഞ് അവൻ MSW ആണ് പഠിച്ചത്. കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം എൻ്റെ മോനൊരു ജോലി കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ വെച്ചു. അത് വെച്ചത് എനിക്ക് അമ്മ സാധിച്ചു തന്നു. ജോലി ഈ മണപ്പുറം ഗോൾഡിൻ്റെ ഫൈനാൻസിലൊരു ജോലി എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്കുള്ള അവൻ പഠിച്ചതനുസരിച്ച് MSW ആണ് പഠിച്ചത്. അവന് ഉയരങ്ങളിലേക്കുള്ളത് എൻ്റെ ഈശോയും അമ്മയും എത്തിച്ചു തരും. കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടുകളും എല്ലാം അറിയുന്ന ഈശോയും അമ്മയ്ക്കും ഞങ്ങളുടെ അത്രമാത്രം സഹിച്ച് ചെതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കടി കൊണ്ടാണ് ഞങ്ങൾ ഈ പിള്ളേരെയൊക്കെ എത്രത്തോളം എത്തി ഒരു വീട് പോലും പണിയാനില്ലാതെ വീട്ടിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ പാത്രമൊന്നുമില്ല നിരത്തി വയ്ക്കാൻ. അത്രമാത്രം ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട നടക്കണേന്നും ഇവരെയൊക്കെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കത്തുള്ളൂ എല്ലാം. പിന്നെ നമുക്ക് പ്രലോഭനങ്ങളിലാണല്ലോ നമുക്ക് പാപങ്ങളിലേക്ക് ചെന്നണേ. അതൊരു ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഈശോയും അമ്മയും എനിക്ക് ശരിക്കും ഞാനത് അനുഭവിച്ചറിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ചുമ്മാ പറയുന്നതൊന്നുമല്ല. പ്രലോഭനങ്ങൾ നമ്മൾ എന്ത് തെറ്റുകളിലേക്ക് പോകാനുള്ളൊരു നമ്മുടെ മനസ്സിലേ ഇല്ല. ഇതൊക്കെ ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളിത് ചുമ്മാ പറയുന്നൊരു കാര്യമൊന്നുമല്ല അത്. കാരണം അത്ര അനുഭവിച്ചറിയുന്ന ഒരാളെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും സമ്പത്ത് ദാനമായിട്ട് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എനിക്കത്. അതൊക്കെ പിന്നെയാണ് നമുക്ക് മക്കളുടെ വിദ്യാഭ്യാസം മറ്റുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയാം കേട്ടോ, അങ്ങനെയാണ്. പിന്നെ എൻ്റെ മോൾക്ക് ഈ തൊണ്ടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറുപ്പം മുതലുള്ളൊരു ഈ തൊണ്ട അല്ല ഒരു സ്കിൻ ഇത് വന്ന് അടഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ടൊന്നും പുറത്തേക്ക്. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചു വരുമ്പോൾ ഡോക്ടർ പറയും അത് ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സൗണ്ട് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇപ്പോൾ അവൾക്ക് യാതൊരു ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സൗണ്ടില്ല. അപ്പോൾ പറയാം അമ്മ
എനിക്ക് മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മോൻ പറയും, മോൻ മാതാവിനോട് പറ, അമ്മോട് വിളിച്ചല്ല പറയട്ടെ, മാതാവിനോട് അവിടെ ഇരുന്നുകൊണ്ട് പറ എന്ന് പറയും. അപ്പം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉടമ്പടി തൈലമൊക്കെ എടുത്ത് അവളോട് പുരട്ടാനൊക്കെ പറയും. ഉപ്പ് അതൊക്കെ എടുത്ത് രാവിലെ പോകുമ്പോൾ അത് ഇച്ചിരി വായിലിട്ടെടുത്ത് കഴിക്കണം. അതുപോലെ വിശ്വാസപ്രമാണം എല്ലാം അതുപോലെ കൊന്തയൊക്കെ അവൾ എത്തിക്കും. അവൾ സെൻറ്റ് അഗസ്റ്റിൻസ് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഒക്കെ ശരിക്കും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തൊട്ട് ചെറുപ്പത്തിലേ അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴാ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ പാടെ അവൾക്ക് മാറിക്കിട്ടി. ഇപ്പോൾ സൗണ്ടിന് അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ഈ തണുത്ത സാധനങ്ങളൊന്നും അവൾക്ക് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടർ പ്രതിജ്ഞ പോലെ തന്നെ സാധനം തൊടുകയേ ചെയ്യരുത്, താളി തേച്ച് കുളിക്കരുത്, പഴം തിന്നരുത്. ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ പിന്നെ ഒരു ഈ പുറത്തൊക്കെ പിള്ളേർ കൂട്ടുകൂടി പോകുമ്പോഴൊക്കെ ഇവൾ ഇവർക്ക് മറ്റുള്ളവരൊക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് കൊതിയോടുകൂടി നോക്കിയിരിക്കും. തണുത്ത ഐസ്ക്രീം അതൊക്കെ കഴിക്കാൻ പാടില്ല ഡോക്ടർ. അപ്പം ഞാനും വഴക്ക് പറയും, നിന്നോട് ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചത്. ഇപ്പം അവൾ ഒരു കാര്യങ്ങളും ഇപ്പം അവൾക്ക് അതൊക്കെ കഴിക്കുന്നതിനോ ഒന്നിനും ഒരു കുഴപ്പമില്ല. തൊണ്ടയിലൊരു പ്രശ്നങ്ങളോ ഒന്നും, താളി തേച്ച് കുളിക്കണേനോ എണ്ണ വെക്കണേനോ, മറ്റേ ഒരു ദിവസം ഈ താളി തേച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ ഈ ഐസ്ക്രീം അങ്ങനെ അടുത്ത് പോയാൽ മതി, തണുപ്പെന്ന് പറയണേ, അപ്പം തന്നെ തൊണ്ടയടങ്ങി സൗണ്ടില്ല അല്ലേ. പിന്നെ ഉള്ള കാര്യം, അവൾക്ക് പീരീഡ്സ് ആവണ സമയത്ത് ഒരു മാസത്തിൽ 3 പ്രാവശ്യം അങ്ങനെയായിരുന്നു. നേഴ്സിങ്ങിന് പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കും, അമ്മേ ഞാൻ ഇതാണ് എനിക്ക് കൊച്ചാണെങ്കിൽ ആകെ അവിടെ ഫുഡൊന്നും കിട്ടില്ലാണ്ട് ആകെ വിഷമിച്ച് ഫുഡില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ദൈവമേ എല്ലാ മക്കൾക്കും നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കിട്ടണം എന്നൊക്കെ ഞാനും പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലല്ലോ. അങ്ങനെയൊക്കെ ഞാനിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ഇതായത് ഭയങ്കര വിഷമിച്ച് ഞാൻ ഇങ്ങോട്ട്. അപ്പം മാതാവ് ഞാൻ പറയും, മാതാവേ എന്നെക്കൊണ്ട് ഒരു കഴിവുമില്ല, എല്ലാം മാതാവ് ഈശോയും ഇടപെട്ട് നടത്തി തരണേ. ഇപ്പോൾ അവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കറക്റ്റായ ഡേറ്റിൽ കറക്റ്റായ ആ ദിവസം മാത്രം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. അവൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പം അതും അമ്മ ഈശോയെ ഇടപെട്ട് തന്നൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് നിത്യതയുള്ള ഒരു വിശ്വാസത്തിലേക്കും നിത്യതയുള്ള ഒരു ജീവിതത്തിലേക്കും പോകണം. ഇന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് മാത്രം നടത്തി തരാൻ വേണ്ടിയിട്ട് അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മക്കളെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവരിന്ന് നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ കാണുന്നത് കേൾക്കുമ്പോൾ പേടിയാവുക. ഓരോ കാര്യങ്ങൾ മക്കളെ ഏത് രീതിയിലേക്ക് ചെന്ന് ചാടും, എന്ത് സംഭവിക്കും, ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇനിയുള്ള അവരുടെ ജീവിതത്തിലും നല്ലത് ചെയ്യുവാനും നല്ലൊരു കൂട്ടുകെട്ടി ചെന്ന് ചാടാനും ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതേ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ അവർ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എൻ്റെ ഈശോയും അമ്മയും അനുഗ്രഹിച്ചു. ഞാനെന്ന് വെച്ചാൽ ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു അംഗവും കൂടിയാണ്. അപ്പോൾ എനിക്ക് അതിനൊക്കെ ദൈവം കൃപ തന്നൂലോ എന്നുള്ളോർത്ത് എനിക്ക് നന്ദിയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതിന് മാത്രം ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഉടമ്പടിയിൽ കൂടെ എന്തൊക്കെ എനിക്ക് സാധിക്കും, എൻ്റെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും എല്ലാം അവരിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ളൊരു അനുഗ്രഹം ഈശോയും മാധവും എനിക്ക് തന്നു. പിന്നെ ഈ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അവിടെ നേർച്ച വസ്തുക്കളൊക്കെ അടുത്തുള്ള ഓരോ കാലുവേദന അതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ ഇത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവർ അത്ഭുതകരമായിട്ടാണ് പറയണത്, ഇങ്ങനെ അത് കഴിച്ചിട്ട് അല്ലെങ്കിൽ പുരട്ടിയിട്ട് മാറിയിട്ടോ എന്നൊക്കെ പറഞ്ഞു അത്ഭുതകരമായിട്ട്. ഞാൻ പറയും, നിങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, ഇത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അടയാളങ്ങളും ഇവിടെ മാറും. നിങ്ങളവിടെ വന്ന് അത് ചെയ്ത് ഞാൻ അവർക്ക് പ്രോത്സാഹനങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവിന് ആസ്മയുടെ അസുഖമാകും. അപ്പോൾ ആ ചേച്ചി എന്നോട് എപ്പോഴും പറയും, ചേട്ടൻ കിടന്നുറങ്ങിയിട്ട് ഒരാഴ്ചയായി എന്ന് പറയും. അപ്പം നീ എവിടെ പോകും? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട് എന്ന് പറയും. അപ്പം ഞാനൊരു ദിവസം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥന രാവിലെ ചേച്ചി ഓണാക്കി വെച്ചുകൊണ്ട് ചേച്ചി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുക, അപ്പോൾ ഇത് കേൾക്കുകയും ചെയ്യും. അപ്പോൾ ചേട്ടനും ഓണാക്കി വെച്ച ചേട്ടനും കേട്ടോളൂല്ലോ എന്ന് പറയും. അപ്പോൾ ചേട്ടൻ കിടന്നുറങ്ങിയിട്ട് ഈ ചേച്ചി അതിൻ്റെ ഒപ്പം തന്നെ ഉറക്കമുളയ്ക്കണം, ചേച്ചിക്കും കിടന്നുറങ്ങാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇവിടുത്തെ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനയും എല്ലാം കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചേക്കുവാണ്, എടി ഇങ്ങനെ ചേട്ടൻ്റെ 3 ദിവസം ഉറക്കം തന്നെയാണ്, ചേട്ടന് ഉറങ്ങാൻ പറ്റണ്ടായില്ല. അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഉറക്കം തന്നെയാണ് ഇപ്പോൾ ചേട്ടന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാൽ ഉടമ്പടി എടുക്കാൻ പോകാനായിട്ട് പോരെ, ഒരു ദിവസം ഞാൻ എന്നാന്ന് വെച്ചാൽ ലീവ് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം. അങ്ങനെ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവർക്കുടെ സ്ഥലം വിൽക്കാതെ കിടക്കുമായിരുന്നു, കുറേ സ്ഥലങ്ങൾ വിറ്റായിട്ടാണ് ചേച്ചി കടമൊക്കെ ആയി കിടക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാലാണ് അവർക്ക് കടങ്ങളൊക്കെ തീർക്കുക. അങ്ങനെ ആ ചേച്ചിയുടെ സ്ഥലത്തിനിപ്പോൾ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ചേച്ചി കഴിഞ്ഞ ദിവസം 1 മാസം മുമ്പ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കച്ചവടത്തിന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അങ്ങനെയുള്ളൊരു അനുഗ്രഹം. മറ്റുള്ളവരിലേക്ക് കൃപാസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും, അതുപോലെ ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ ഞാൻ ഈ ഇതിന് പോകണം. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് 7 മണി 7:30 ആകുമ്പോഴാണ് വന്നെ. ഞായറാഴ്ച മാത്രമാണ് ഒരു ദിവസം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പോണ ദിവസം പണികളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി പള്ളിയുടെ അടുത്തുള്ള ഇതൊക്കെ മറ്റേ ഈ ഭിക്ഷയ്ക്കൊക്കെ എനിക്ക് വന്നിരിക്കണം. അതുപോലെ തന്നെ മെഴുകുതിരിയൊക്കെ കഴിക്കാനൊക്കെ പാവപ്പെട്ട് തീരെ ഇതായിട്ടുള്ളവരൊക്കെ ചെന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഓടി വരും. അപ്പോൾ അവരൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ഇട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഈശോയോടും മാതാവിനോട് എങ്ങനെ നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഈശോയും മാതാവും അനുഗ്രഹമായിട്ടും കൃപയായിട്ടും. പിന്നെ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ പിന്നെ മോളുടെ കാര്യമൊക്കെ ഓർത്ത് വിഷമിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എല്ലാവരും മാതാവിനെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മാതാവേ, എനിക്കെന്താ, ഞാൻ ഹിന്ദു ആയിട്ടാണോ മാതാവേ എന്നൊക്കെ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നൊലോളി ഭയങ്കരമായിട്ട് വിഷമിക്കുക ഞാൻ. അന്ന് രാത്രി ആയപ്പോൾ അപ്പം ഞാനെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറയുവാണ്, ആരോ ഇന്ന് രാത്രി സൗണ്ട് കേൾക്കും എന്നുള്ളൊരിതാണ് വരുന്നത്. അപ്പം എനിക്ക് ഉറക്കം വിട്ടണില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഉറങ്ങി കഴിയുമ്പോൾ വീണ്ടും എഴുന്നേക്കും, പിന്നെയും ഉറങ്ങും, പിന്നെ എഴുന്നേക്കും. അപ്പോഴൊന്നും സൗണ്ട് വന്നിട്ടില്ല, ഈ പറഞ്ഞത് വന്നിട്ടില്ല. 4 മണി എടുക്കുമ്പോൾ ഞാൻ ഒരു 4 മണിയൊക്കെ ആ സൗണ്ട് 2 സൗണ്ട് ഒരേ സ്വരത്തിലാണ് എനിക്ക് എനിക്കത് അനുഭവപ്പെടാനുള്ളത്. കാരണം ഇപ്പോഴും എനിക്ക് മനസ്സിലാവില്ല ആ 2 സ്വരം എന്നതാ എന്ത് പറഞ്ഞതെന്ന് പോലും എനിക്ക്. കാരണം ഒരേ സ്വരത്തിലാണ് ആ 2 സ്വരവും വന്നത്. അപ്പം തന്നെ ഞാൻ കണ്ണു തുറന്നു. അയ്യോ, അപ്പം ഞാൻ കൊച്ചിനോട് പറയാം, മോനെ രാത്രി മാതാവ് ഈശോയും വന്നിട്ടുണ്ടല്ലോ, അമ്മച്ചി അത്രമാത്രം വിഷമിക്കായിരുന്നു അവിടെ നിന്ന് നിൻ്റെ തൊണ്ടയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓരോ കാര്യങ്ങളും എണ്ണി പറക്കി ഇങ്ങനെ നൊലോളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വർക്ക് സൈഡിൽ വെച്ച്. അപ്പോൾ അന്ന് രാത്രി എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടി. പിന്നെ ഞാൻ ധ്യാനത്തിന് പോകും. അവിടെ അടുത്ത് കോതമംഗലം പള്ളി നമ്മളെല്ലാവരും അറിയണല്ലേ, കോതമംഗലം പള്ളിയിൽ ഞാൻ ധ്യാനം കൂടാനായിട്ട് പോകും. അപ്പോൾ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ധ്യാനമുണ്ട്. അവിടെ പോയി കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവം. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇരുന്ന് അവിടെ ആരാധന നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഭജനപ്പാട്ടൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് 2 കണ്ണീരൊക്കെ ചാടി ഇങ്ങനെ ഇരുന്ന് ആരാധന നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ഭയങ്കരമായ ഒരു പ്രകാശം ഇങ്ങോട്ട് വരികയാണ്. ഭയങ്കരമായ പ്രകാശം എന്ന് പറഞ്ഞാൽ ആ പ്രകാശത്തിലെ നമ്മളിങ്ങനെ കരങ്ങൾ നീട്ടിക്കൊണ്ടാണ് ഇരിക്കണേ. അപ്പോൾ ഈ പ്രകാശം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് മുഖത്തേക്ക് ഇങ്ങോട്ട് നമ്മുടെ മൊത്തം പതിക്കുകയാണ്. ആ പ്രകാശം വന്ന് പതിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നേരം പോലും ഇല്ല അത്. അപ്പോൾ പതിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണീരിങ്ങനെ ഉണങ്ങി പോണു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ നടക്കണേന്ന് പോലും എനിക്കല്ല. അപ്പം തന്നെ എൻ്റെ അടുത്തൊരു അമ്മയായിരുന്നേ. അപ്പം അമ്മയ്ക്ക് എന്തോ മനസ്സിലായി. അമ്മ വേഗം എന്നെ ചേർത്തങ്ങ് പിടിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് ധ്യാനത്തിനിരുന്ന അടുത്തൊരു അമ്മയായിരുന്നേ. അങ്ങനെ അപ്പം എനിക്കിതെന്തെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇതെന്താ അനുഭവം, എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നു, അതെന്താ? അപ്പോൾ എന്നോട് പറഞ്ഞവരെല്ലാം പ്രാർത്ഥിച്ചോ, നീ അവർക്ക് മനസ്സിലായി കാണൂല എന്താ ഞാൻ. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാനൊരു കാരണം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തൊരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചിരിക്കുകയാണ്. ആ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആ പ്രകാശം. അപ്പം നമ്മുടെ കരങ്ങളിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരങ്ങളിങ്ങനെ 2 കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഞാനറിയാതെ ചിരിക്കണതൊന്നും ഞാൻ അറിയണില്ല. അപ്പം തന്നെ ആ ഒരു 5 മിനിറ്റ് നേരം നമുക്കങ്ങനെ ഒരു അനുഭവം കിട്ടി. അതപ്പം തന്നെ അവിടെ നിന്ന് ഇതാവുകയും ചെയ്തു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു അതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നോ. അങ്ങനെ ഇത് അനുഭവിക്കാനുള്ള ഒരു ഇതും കൂടി ഈശോയും മാതാവും എനിക്ക് അവസരം കിട്ടി. എനിക്ക് ഈശോയ്ക്കും മാതാവിനും നന്ദിയൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല. കോടാനുകോടി നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിലാണ് അധരം സംസാരിക്കുന്നത് എന്നുള്ളത് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി ആരാധന സമയത്ത് അച്ഛൻ പ്രത്യേകം വിധം അതിലെ കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാറുമുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഷീല ചേച്ചിയുടെ സാക്ഷ്യവും വളരെ വ്യക്തമായിട്ട് അപ്പോൾ നമുക്ക് പറയുന്നത് കേൾക്കുമ്പം മനസ്സിലാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഒരുപാട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. തൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും മാതാവിനോട് ഈശോയോടുള്ള കഠിനമായ പ്രാർത്ഥനയും ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയുണ്ട്. അപ്പം ഒരു പക്ഷേ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു അക്രൈസ്തവയായിട്ടുള്ള ഒരാളായതുകൊണ്ടാണോ മാതാവ് എൻ്റെ അടുക്കൽ വരാത്തതെന്ന് ചോദിക്കുന്നതൊക്കെ ചോദ്യം. അത് ഒരാളോട് ബന്ധം വരുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം. ഒരു പക്ഷേ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിൽ, ഉടമ്പടി സാക്ഷ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ തന്നെയും ഷീല ചേച്ചിക്കും കൊണ്ട് ഇവിടെ പറയുന്നത്. ഷീല ചേച്ചിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ
അനുഭവ സാക്ഷ്യങ്ങളിൽ ഇവിടെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി ആരാധനയ്ക്ക് വലിയ സാക്ഷ്യങ്ങളായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളൊന്നും ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളല്ല. അത് ക്രിസ്തുവിനെ പിന്നീട് അറിഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. ഒരു പക്ഷേ ചിലപ്പം അച്ഛൻ തന്നെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്, നേരെ തിരിച്ചാണ് ചിലപ്പോൾ സംഭവിക്കുന്നത്. അതായത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സാന്നിധ്യം കിട്ടുന്നില്ല, അത് കർത്താവിനെ കുറച്ച് നാൾ കഴിഞ്ഞറിഞ്ഞവർ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഭവങ്ങൾ ലഭിക്കുന്നത് പോലെയാണ് സാക്ഷ്യങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് ചേച്ചി ചോദിച്ചണക്കല്ല, ചേച്ചി ചോദിക്കുന്നതിൻ്റെ അപ്പുറത്തെ ചോദ്യമാണ്. അതായത് വേറെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടണില്ല, അല്ലാതെ പുതിയതായിട്ട് കർത്താവിനെ മാതാവിനെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കേട്ടിയാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അത് വളരെ വ്യക്തമാണ്. ഇവിടെ അച്ഛൻ എടുക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും തന്നെ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ്. കാരണം അത് പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുന്നതല്ല, അത് അത്രയും ഇപ്പോൾ ഈ ചേച്ചി പറയുന്ന വാക്കുകൾ, ഈ നിത്യത എന്നൊക്കെ വാക്കൊക്കെ പറയുന്നുള്ളൂ. നിത്യതയോളം എനിക്ക് നിത്യതയാണ് ലക്ഷ്യം. ആ നിത്യത എന്ന വാക്ക് തന്നെ ഒരു പക്ഷേ എല്ലാ ഞായറാഴ്ചയും പള്ളിപ്രസംഗം കേട്ടിട്ട് പോലും പല സാക്ഷ്യങ്ങളിലും ഒന്നും വരുന്നില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കുന്നുള്ള ഈ ഒരു വലിയൊരു വെളിപാട് പല സാക്ഷ്യങ്ങളിൽ പോലും പറയുന്നവർക്ക് പോലും കിട്ടുന്നില്ലെന്നുള്ളത്. പക്ഷേ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിൽ നിത്യത എന്ന വാക്കൊക്കെ വരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം ഈ ഉടമ്പടി എടുക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല എന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ലഭിക്കുന്ന കുറച്ചാളുകളിൽ ഒരാളാണ്. അതും മാതാവ്. പിന്നെ ഈ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവം. നിങ്ങൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം എത്ര പേരാണ് ഇത് പറയുന്നത്? നേരെ പ്രതി ഏറ്റവും അവസാനം നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിൽ അഭിവന്യ പിതാവ് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഒരു ശബ്ദം കേട്ടു എന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നന്ദി പറഞ്ഞാൽ തീരത്തില്ലെന്ന് പറഞ്ഞാണ് സാക്ഷ്യം അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയും മുൻപോട്ട് പോകുമ്പം ഓൾറെഡി മാതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം പോലെ തോന്നുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ സാഹചര്യമൊക്കെ പറയുമ്പോഴും അതെല്ലാം വ്യക്തമാണ്. പക്ഷേ അമ്മയും ഈശോയും ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ധ്യാനത്തിന് പോകുമ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പം അമ്മയും ഈശോയും മാതാവും ഒക്കെ കൂടെയുള്ളൊരു അനുഭവമാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ഒരുപാട് പേർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന, ഒരുപാട് പേരുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന വലിയൊരു സാക്ഷ്യമായിട്ട് മാറാൻ ഈ അമ്മയും മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.